എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admissions.keralauniversity.ac.in/fyugp 2024/ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വെബ് പേജിലേക്കാണ് പ്രവേശിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. നേരത്തെ അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ഈ ഒരു ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിയാനായിട്ട് ഇവിടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് സെക്കൻഡ് ഇയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഏത് കോഴ്സിൻ്റെതാണ് അറിയേണ്ടത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് നൽകുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, അതായത് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു റാങ്ക് കിട്ടിയിട്ടുള്ള, അതായത് റാങ്കല്ല, ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിയുന്നതിനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ വെബ്സൈറ്റ് കുറച്ച് ട്രാഫിക് ഉള്ളതുകൊണ്ട് ജസ്റ്റ് സ്ലോ ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഒന്നുകൂടി മറ്റൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഓരോ കോളേജിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, ഏത് കാറ്റഗറിയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും ഏത് കാറ്റഗറിയിലല്ല ഓരോ കാറ്റഗറി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ആ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വിദ്യാർത്ഥികൾക്ക് ഹോം പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഹോം പേജിൽ ജസ്റ്റ് ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ റിസൾട്ട് ചെക്ക് ചെയ്യുകയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വെബ്സൈറ്റ് കുറച്ച് സ്ലോ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ്, അതായത് ജസ്റ്റ് നേരത്തെയുള്ള ആ ഒരു ഹോം പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ്, അതായത് കുറച്ച് ടൈം എടുക്കും, അതായത് ജസ്റ്റ് വെബ്സൈറ്റ് സ്ലോ ആയതുകൊണ്ട് ജസ്റ്റ് കുറച്ച് ടൈം എടുക്കും. അതായത് അല്പസമയം കഴിയുന്ന സമയത്തൊക്കെ വെബ്സൈറ്റ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷമുള്ള നിർദ്ദേശങ്ങളാണ്. കോളേജ് പ്രവേശനം 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ്. വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച നിശ്ചിത സമയത്തിനുള്ളിൽ സർവ്വശാല അഡ്മിഷൻ ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികളെ 2-3 ഘട്ട അലോട്ട്മെൻറ്റുകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒരു വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള പക്ഷം മൂന്നാം അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പുതിയ ഓപ്ഷൻ നൽകി അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ തുടരാവുന്നതാണ്. ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച സർവ്വശാല അഡ്മിഷൻ ഫീസ് അടച്ച വിദ്യാർത്ഥികൾ വീണ്ടും അടക്കേണ്ടതില്ല. രണ്ടാം ഘട്ടത്തിൽ പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സർവ്വശാല അഡ്മിഷൻ ഫീസ് അടക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ഒന്നാം ഘട്ടത്തിലോ രണ്ടാം ഘട്ടത്തിലോ സർവ്വശാല അഡ്മിഷൻ ഫീസ് അടച്ച വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈലിൽ നിന്ന് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ്, കോഴ്സ്, കാറ്റഗറി, അഡ്മിഷൻ തീയതി തുടങ്ങിയവ പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ തന്നെ കോളേജിൽ ഹാജരാവേണ്ടതാണ്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആ ദിവസം കോളേജിൽ ഹാജരാവാൻ സാധിക്കാത്തവർ അതത് കോളേജിലെ പ്രിൻസിപ്പാളുമായി ബന്ധപ്പെടേണ്ടതാണ്. താൽക്കാലിക അഡ്മിഷൻ, ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജ് അഡ്മിഷൻ സമയത്ത് ടെമ്പററി ഓർ പെർമനന്റ് അഡ്മിഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടച്ച റെസിപ്റ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സമർപ്പിച്ച് താൽക്കാലിക അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ മറ്റ് ഫീസുകളൊന്നും തന്നെ കോളേജിൽ അടക്കേണ്ടതില്ല. എന്നാൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും, അതായത് ഒറിജിനൽ TC ഉൾപ്പെടെ കോളേജിൽ നൽകേണ്ടതാണ്. നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരായ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ഹാജരായി അഡ്മിഷൻ ഫീസ് അടച്ച് റെസിപ്റ്റ്, ആപ്ലിക്കേഷൻ പ്രിൻ്റൗട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ കോളേജിൽ നൽകി സ്ഥിര പ്രവേശനം എടുക്കാവുന്നതാണ്. ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഡിജി ലോക്കറിൽ നിന്നോ അതുപോലെ ഡൗൺലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റോ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പാൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള മാർക്ക് ലിസ്റ്റോ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയാൽ മതിയാകും. ഈ ഒരു ഘട്ടത്തിൽ ടെമ്പററി ഓർ പെർമനന്റ് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളെ തുടർന്ന് വരുന്ന മൂന്നാം അലോട്ട്മെൻറ്റിലേക്ക് ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻ നീക്കം ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന അപേക്ഷകരെ അടുത്ത അലോട്ട്മെൻറ്റിൽ പ്രസ്തുത ഓപ്ഷനുകളിലേക്ക് പരിഗണിക്കുകയും സീറ്റ് ലഭിക്കുന്ന പക്ഷം നിർബന്ധമായും ആ ഒരു ഓപ്ഷൻ സ്വീകരിക്കേണ്ടതാണ്. അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അബാർ ID നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനാൽ നിലവിലെ അബാർ ID ഇല്ലാത്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ തീയതിക്ക് മുൻപായിട്ട് www.abc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അബാർ ID ജനറേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.